ആയാറാം ഗയാറാം രാഷ്ട്രീയം എന്ന ഒന്നുണ്ട്. അത് കൂറുമാറ്റത്തിൻ്റെ, കാലുമാറ്റത്തിൻ്റെ, ചേരിമാറ്റത്തിൻ്റെ രാഷ്ട്രീയമാണ്. കണ്ണടച്ച് തുറക്കുന്ന സമയത്താണ് ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഒരു പാർട്ടിയിലാണ്. അത് രാവിലെ തന്നെ അദ്ദേഹം വേറൊരു പാർട്ടിയിൽ ചേരുന്നു. ഉച്ചയാകുമ്പോൾ അദ്ദേഹം പത്രലേഖകർ വരുമ്പോൾ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലാണ്. വൈകിട്ട് അദ്ദേഹം പഴയ പാർട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നാളെ രാവിലെ മറ്റൊരു പാർട്ടിയിലാണ്. ഇത് സംഭവിച്ചിട്ടുള്ളത് ഹരിയാനയിൽ ആദ്യം. അതുകൊണ്ടാണ് ആയാറാം ഗയാറാം, വന്ന പോലെ പോയി, പോയ പോലെ വന്നു. അതാണ് പോയ മച്ചാൻ തിരുമ്പി വന്നേൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഇതെല്ലാം ഹരിയാന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് വളരെ ചൂടും ചൂരും ഒക്കെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ഹരിയാനയിൽ. അവിടെ തിരഞ്ഞെടുപ്പ് ധാരണകൾ, സമവാക്യങ്ങൾ നിന്ന നിൽപ്പിലാണ് മാറി മറിയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 10 സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ചേർന്ന് സഖ്യമായി മത്സരിച്ചു. അവർ 10 സീറ്റിൽ 5 സീറ്റ് ജയിച്ചു. ജയിച്ച 5ഉം കോൺഗ്രസ് ആണ്. ആം ആദ്മി പാർട്ടി മത്സരിച്ച ഏക സീറ്റ് കുരുക്ഷേത്ര സീറ്റാണ്. അവിടെ അവർ പരാജയപ്പെട്ടു. അപ്പൊ 5-5 എന്ന നിലയിലാണ്. അപ്പൊ അന്നേ പറഞ്ഞു, എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അത്ര ചർച്ചയുണ്ടാവില്ല. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും സഹകരിക്കാം, ബുദ്ധിമുട്ടില്ല. ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളിനും കോൺഗ്രസിനും സഹകരിക്കാം, കുഴപ്പമില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കും. പക്ഷേ ഡൽഹിയിലെ കോൺഗ്രസിന്റെ റൈവൽ BJPയും ആം ആദ്മി പാർട്ടിയുമാണ്. അപ്പൊ അവിടെ സഹകരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഞ്ചാബിൽ ഒട്ടും സാധിക്കില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ അടിത്തറയുണ്ട്, ആം ആദ്മി പാർട്ടിക്കും ശക്തമായ അടിത്തറയുണ്ട്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വെവ്വേറെ മത്സരിച്ചു. എന്നാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിലും ഹരിയാനയിലും ഒരുമിച്ച് മത്സരിച്ചു. ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് മത്സരിച്ചു. അവിടെ ഡൽഹിയിലും ആം ആദ്മി പാർട്ടിക്ക് പരാജയമായിരുന്നു, ഹരിയാനയിലും ആം ആദ്മി പാർട്ടിക്ക് പരാജയമായിരുന്നു. വെവ്വേറെ മത്സരിച്ച പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റ് ലഭിച്ചു. അവിടെയും കോൺഗ്രസിനാണ് 8 സീറ്റുകൾ ലഭിച്ചത് എന്നോർക്കണം. അവിടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഒരു പുനഃപരിശോധനയിലാണ്. ഉടനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനില്ല. BJP എന്തു വില കൊടുത്തും മാറ്റി നിർത്തണം, നരേന്ദ്രമോദിയെ മാറ്റി നിർത്തണം. കാരണം ആ കേജ്രിവാളിനെ അകത്തിട്ട് നരേന്ദ്രമോദിയാണല്ലോ, അല്ല എങ്കിൽ കേന്ദ്ര നേതൃത്വമാണല്ലോ. കേന്ദ്ര BJP നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസുകളോടെയാണല്ലോ കേജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ പരമോന്നത നേതാവ് കേജ്രിവാളിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചും CBI കൊണ്ടും എല്ലാം അന്വേഷിപ്പിച്ച് അത് വലിയ തെളിവുകളില്ല എന്ന് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും അകത്ത് കിടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ. ഇപ്പം ജാമ്യം ലഭിക്കുമ്പോഴും പുറത്തു വരാനാവാത്ത ഒരവസ്ഥയിൽ കേജ്രിവാൾ എത്തിയിരിക്കുന്നു. അപ്പൊ താൽക്കാലികമായി BJPക്ക് ഒരു പ്രഹരമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയായി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഹകരിച്ചു. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും മോഹങ്ങൾ വളരെ വലുതാണ്. ആ മോഹം വലുതായതുകൊണ്ടാണല്ലോ ഗോവ എന്ന ഒരു സംസ്ഥാനത്ത്, ഗോവയിലെ രാഷ്ട്രീയം ഡൽഹി പോലല്ല, ഗോവ എന്ന സ്ഥലത്ത് സാന്നിധ്യം തെളിയിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന മരുന്ന് കമ്പനിക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നാണല്ലോ കേജ്രിവാളിനെതിരെയുള്ള ആരോപണം. 100 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഗോവയിലേക്ക് വേണ്ടി വഴിതിരിച്ചു വിട്ടു എന്ന ആരോപണത്തിലാണല്ലോ കേജ്രിവാൾ ഇപ്പം CBIയുടെയും ഒക്കെ നിരീക്ഷണത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലും കേസിലും ഒക്കെ പെട്ടിരിക്കുന്നത്. അതവിടെ മാറി നിൽക്കട്ടെ. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ സംസ്ഥാനങ്ങളിൽ, ഗോവ ഒരു ഉദാഹരണമാണ്, ചെറിയ സംസ്ഥാനങ്ങളിൽ വേര് പടർത്താൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നു. ഡൽഹിയിൽ അവർ ഭരണം പിടിച്ചു, വീണ്ടും പിടിച്ചു. പഞ്ചാബിൽ ഒരുപക്ഷെ സിഖ് രാഷ്ട്രീയവും മറ്റ് ജാതി കർഷക രാഷ്ട്രീയവും ഒക്കെയാണ് അവിടെ പ്രധാനം എന്ന് പറഞ്ഞ് എല്ലാവരും ആം ആദ്മി പാർട്ടിയെ പരിഹസിച്ചു. പക്ഷേ ഭഗവന്ത് സിംഗ് മാന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി മൃഗീയ ഭൂരിപക്ഷം നേടി പഞ്ചാബിൽ ഭരണത്തിലായി. അതേ ഭഗവന്ത് സിംഗ് മാൻ, അദ്ദേഹം ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ പറയുകയാണ്, ഇനി ഞങ്ങൾ കോൺഗ്രസുമായി ഹരിയാനയിൽ സഹകരിക്കില്ല. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ വരണം. അത് നവംബർ മാസം 2024 നവംബർ മാസം 4-ാം തീയതി വരെയാണ് ഹരിയാന നിയമസഭയുടെ കാലാവധി. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കണം. ഒരുപക്ഷെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത്ഭുതപ്പെടില്ല. ഒരുപക്ഷെ സെപ്റ്റംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാം ഹരിയാനയിൽ. അവിടുത്തെ 90 സീറ്റിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ജെനുവിൻ ത്രികോണമല്ല ചതുഷ്കോണ മത്സരം അവിടെ സംഭവിക്കാം ഹരിയാനയിൽ. ഇനി ഹരിയാന രാഷ്ട്രീയത്തിലേക്ക് വരാം. ഹരിയാന ഭരിക്കുന്നത് സൈനിയാണ്, അല്ലേ, നൈബ് സിംഗ് സൈനി. അപ്പം അദ്ദേഹത്തിൻ്റെ
നേതൃത്വം ഈ അടുത്ത കാലത്താണ് വന്നത്. ഈ മാർച്ചിലാണ്, 2024 മാർച്ചിലാണ്. അതുവരെ മനോഹർ ലാൽ ഖട്ടർ എന്ന BJP മുഖ്യമന്ത്രി ഭരിച്ചിരുന്നു. ഒരു പ്രബല പാർട്ടിയായ 10 MLA-മാരുണ്ടായിരുന്ന ഒരു പ്രാദേശിക കക്ഷി JJP അല്ലേ, പാർട്ടി പിന്തുണ പിൻവലിച്ചപ്പോൾ BJP സർക്കാരിന് ഒരു കോട്ടമുണ്ടായി. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായി ഒരു ഭരണ നേതൃത്വം മാറി. ആ നേതൃത്വം മാറിയിട്ടും കാര്യമായി രക്ഷപ്പെട്ടില്ല. കാരണം 5 സീറ്റുകളുമായി ഒരു സമാസമം പാലിക്കുകയാണ് ഇന്ത്യ മുന്നണിയുമായി. പക്ഷേ ഇവിടെ ഈ INLD എന്നൊരു പാർട്ടിയുണ്ട്. INLDയും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ അല്ലെ, ദേവിലാൽ എന്ന ഒരു മഹാമേരു, പണ്ടത്തെ ജാട്ട് നേതാവാണ് ദേവിലാൽ. ജാട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഹരിയാന. അപ്പം ജാട്ടുകളുടെ നേതാവ് ദേവിലാലിൻ്റെ പാർട്ടിയായ ലോക്ദളിൻ്റെ 2 അവാന്തര വിഭാഗങ്ങൾ, അതിലൊന്ന് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ, അത് ദുഷ്യന്ത് ചൗട്ടാല നയിക്കുന്ന ആ പാർട്ടിയും അത് സാമാന്യം പിന്തുണയുള്ള പാർട്ടിയാണ് ചില പ്രദേശങ്ങളിലെങ്കിലും. അതുപോലെ ബഹുജൻ സമാജ് പാർട്ടിയും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി BJPയുടെ മുന്നണിയിൽ പല കക്ഷികളും പൊഴിഞ്ഞു പോയിരിക്കുന്നു. ഏതാണ്ട് BJP ഒറ്റക്കായി മാറിയിരിക്കുന്നു. അതുപോലെ JJP മാറി നിൽക്കുന്നു. ഇനി കോൺഗ്രസ് മാറി നിൽക്കുന്നു. അപ്പോൾ ഇനി ഇദ്ദേഹം കേജ്രിവാളും വേറെ മത്സരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചതുഷ്കോണ മത്സരമോ പഞ്ചകോണ മത്സരമോ ഒക്കെ ആകാം. പക്ഷെ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു അലൈൻമെൻറ്റ് സംഭവിച്ചില്ല എങ്കിൽ ആകെ വ്യാപകമായ എല്ലാ പാർട്ടികളും ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് ഹരിയാന. അവിടെയാണ് ഇപ്പോഴത്തെ ഭരണകൂടം ഒരു നൂൽപ്പാലത്തിൽ കൂടെ പോവുകയാണ്. 80 സീറ്റിൽ ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട കറക്റ്റ് നമ്പറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനിന്മേൽ കളി 43 സീറ്റുകളെ ഉള്ളൂ യഥാർത്ഥത്തിൽ NDAക്ക്. പക്ഷേ ചില സ്വതന്ത്രരുടെയും ഒക്കെ പിന്തുണയോടുകൂടി ചിലരൊക്കെ വിട്ടുനിന്നും എല്ലാം സഹകരിക്കുന്നു. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഹരിയാനയിൽ വേരുറപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഭരണത്തിൽ വരാനുള്ള ഒരു മേൽക്കൈ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷേ പഞ്ചാബിൻ്റെ ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങൾ ഹരിയാനയിലുമുണ്ട്. കാരണം ഹരിയാനയെക്കുറിച്ച് പറയുന്നത് പകുതി ഡൽഹിയാണ്, പകുതി പഞ്ചാബാണ്. കാരണം പഞ്ചാബിൽ സ്വാധീനം ഹരിയാനയിൽ പ്രകടമാണ്, ഡൽഹിയുടെ സ്വാധീനവും അവിടെ പ്രകടമാണ്. അപ്പം അതുമാത്രമല്ല, പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനം ചണ്ഡീഗഡാണ്. അങ്ങനെ ഹരിയാന സംസ്ഥാനത്തിന് ഡൽഹിയുടെ രാഷ്ട്രീയ കാറ്റിൻ്റെയും പഞ്ചാബിൻ്റെ രാഷ്ട്രീയ കാറ്റിൻ്റെയും ഒരു ചെറിയ സുഗന്ധമുണ്ടാകും. അത് സുഗന്ധമെന്ന് ഞാൻ പറയാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് വീണ്ടും നമ്മൾ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7 സീറ്റും BJP തൂത്തുവാരി. അവിടെ വിഷയം വ്യത്യാസമാണ്. പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിനാണ്. പക്ഷേ നിയമസഭാ സീറ്റുകളിൽ മഹാഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്കായിരുന്നു. അങ്ങനെയാണല്ലോ ഭഗവന്ത് സിംഗ് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയാകുന്നത്. ഇതേ ഒരു ഫോർമുല ഹരിയാനയിലേക്ക് അപ്ലൈ ചെയ്താൽ ആം ആദ്മി പാർട്ടിക്ക് വളരെ ഗൗരവമായൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും. കാരണം ജനങ്ങൾക്ക് വലിയ തോതിൽ ഫ്രീ ബീസ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ആം ആദ്മി പാർട്ടി. അത് ഡൽഹിയും പഞ്ചാബും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇനിയാണ് ഹരിയാനയിലെ സവിശേഷമായ സാഹചര്യം. ഹരിയാന പഞ്ചാബ് പോലെ അല്ല. അവിടെ ജാട്ടുകളുടെ സ്വാധീനം വളരെ വലുതാണ്. ജാട്ടുകളുടെ നല്ലൊരു ഭാഗം കർഷകരാണ്. കർഷകരുടെ രോഷം ഇപ്പോൾ BJPക്കെതിരെയാണ്. അത് ആം ആദ്മി പാർട്ടിക്ക് മുതലെടുക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാകും. പക്ഷെ കോൺഗ്രസും അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെയാണ്, കർഷക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെയാണ് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് BJP ഇതര വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിനും ആപ്പിനുമായി സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ അതിൻ്റെ പ്രയോജനം ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ ഹരിയാനയിൽ കിട്ടാനാണ് സാധ്യത. അതുപോലെ അഗ്നിവീർ പദ്ധതി അല്ലെങ്കിൽ അഗ്നിപഥ് പദ്ധതി, അതിലെ അഗ്നിവീറുകൾ 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ സൈന്യത്തിൽ ചേരാനുള്ള അനുവാദം കൊടുക്കുകയും കേവലം 4 വർഷത്തിന് ശേഷം 75% ആളുകളെയും പിരിച്ചുവിടുകയും കേവലം 25% അഗ്നിവീറുകൾക്ക് മാത്രം ഈ സൈന്യത്തിലേക്ക് പെർമനൻ്റായി അതും 15 വർഷത്തേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഹരിയാനയിലെ വലിയൊരു വിഭാഗം കുട്ടികൾ, ചെറുപ്പക്കാർ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഉത്തർപ്രദേശിലെയും പടിഞ്ഞാറൻ ഭാഗത്തെയും ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും ഡൽഹിയുടെയും ഒക്കെ ഒരു ചിന്തയാണ് പൊതുവെ. ചെറുപ്പക്കാർ, കേരളത്തിലെ ചിന്ത അങ്ങനെയല്ല. അപ്പം അത് വ്യത്യസ്തമായ ചിന്തയാണ്. ഒരു 10-15 വയസ്സ് കഴിയുമ്പോൾ മുതൽ സൈനിക സേവനം സ്വപ്നം കാണുന്നവരാണ് അവിടുത്തെ വലിയ വിഭാഗം ചെറുപ്പക്കാർ. അവരെല്ലാം നിരാശരാണ്. ആ അഗ്നിപഥ് പദ്ധതിക്കെതിരെയുള്ള വിയോജിപ്പും വോട്ടുകളായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം കർഷക പ്രക്ഷോഭം, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, അഗാധകളുടെ നാടാണ്, ഗുസ്തി കളിക്കളങ്ങളുടെ ഒരു നാടാണ് ഹരിയാന. അപ്പം ഹരിയാന ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം, പല കാരണങ്ങൾ. ഇതെല്ലാം
BJPക്ക് പ്രതിരോധമൊരുക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന് വന്നാൽ ഈ സമവാക്യങ്ങളിൽ മാറ്റം സംഭവിക്കാം. അത് മാത്രമല്ല, ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു അടിസ്ഥാന ശിലയാണ് പയ്യെ, മൂലക്കല്ലെന്ന് പറയാനാവില്ല എങ്കിലും അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് പയ്യെ നീങ്ങിപ്പോകുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണിയിൽ ചെറിയ ക്രാക്ക് വീഴുന്നു എന്ന സംശയമാണ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ദേശീയ തലത്തിലാണ് സഖ്യം. പ്രാദേശിക തലത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങളാകാം. കേരളത്തിൽ നമുക്ക് കാണുന്നതാണ്. കേരളത്തിൽ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സഖ്യമൊന്നുമില്ല. ബംഗാളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ദേശീയ തലത്തിൽ സഖ്യത്തിലാണ്, പ്രാദേശിക തലത്തിൽ അങ്ങനെയല്ല. ഇനി മമതാ ബാനർജി ഒരു രീതിയിലും സഖ്യത്തിന് തയ്യാറല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മമത സ്വയം പെരുമാറുന്നു. കേജ്രിവാൾ, അപ്പം മമത ഒരു കല്ലുകടിയാണ് ഇന്ത്യ മുന്നണിയിൽ. കേജ്രിവാൾ തീരെ ചെറിയ കല്ലുകടിയല്ല, ഒരു കരിങ്കല്ലുകടി തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ. ഇതെങ്ങനെയാണ് ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പൊക്കിയ ഇന്ത്യ മുന്നണി ഇങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലൊക്കെ കോൺഗ്രസും AAPയും തമ്മിൽ ചേർന്ന് മത്സരിച്ച് ഒരുപക്ഷെ BJPയെ പരാജയപ്പെടുത്താനുള്ള ഒരു അന്തരീക്ഷം സംജാതമായപ്പോൾ, ഇതാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ കണക്കിൽ പറയുമ്പോൾ ആലിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പറയുന്ന പോലെയുള്ള കാര്യമായി മാറിയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിൻ്റെ ആദ്യ വീക്ക്നെസ് അല്ലെങ്കിൽ ദൗർബല്യം ഇവിടെ പുറത്തു വരികയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചിത്രം. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയം, ഹരിയാനയിലെ രാഷ്ട്രീയം എല്ലാവരും ഉറ്റുനോക്കാൻ പോവുകയാണ്. ഹരിയാന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയോടൊപ്പം പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ ഹരിയാനയിൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നത് വളരെ ഉദ്വേഗപൂർവ്വം രാഷ്ട്രം കാത്തിരിക്കുന്നു.